സൈജു ശ്രീധരൻ്റെ ഡെബ്യൂ മൂവി ആസ് എ ഡയറക്ടർ. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ എഡിറ്റിങ്ങും ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ്. അതെ, പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുട്ടേജ്? കുഴപ്പമില്ല, ഡീറ്റെയിൽഡ് പറയും. അതായത് ഈ ടൈപ്പ് പടം മലയാളത്തിൽ അധികം വന്നിട്ടില്ല. ഈ ടൈപ്പ് പടം എന്ന് പറയുന്നത് ഫൗണ്ട് ഫുട്ടേജ് ഫിലിം, ആ ജോണറിൽ പെടുന്ന ഫിലിമാണ്. ഫസ്റ്റ് അല്ലെന്ന് തോന്നുന്നു, മറ്റേ റെഡ് റെയിനിലൊക്കെ ഒരു സീക്വൻസ്. റെഡ് റെയിൻ പക്ഷേ അത് ചില സീക്വൻസുകൾ മാത്രമേ, പിന്നെ മെയിനായിട്ട് ഇവർ കാർഡിൽ ഇറങ്ങി കഴിഞ്ഞുള്ള സീക്വൻസ് മാത്രമേ ആയിരുന്നില്ല. അത് കുറെ കൂടെ ഫൗണ്ട് ഫുട്ടേജ് ആണ്. ഇത് കുറെ കൂടെ സിനിമാറ്റിക് ഫൗണ്ട് ഫുട്ടേജ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നിയത് നമ്മുടെ ഓഡിയൻസിന് ഇങ്ങനൊരു ഇങ്ങനൊരു പടം അവരുടെ മുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ അവർക്ക് ഇത് കുറച്ചുകൂടെ വിഷ്വലി കുറച്ച് കാണുമ്പോൾ അപ്പീലിംഗ് ആവാൻ വേണ്ടി ആയിരിക്കണം. മേ ബി ഈ ലൈറ്റപ്പ് ഒക്കെ കുറച്ച് ബെറ്ററായിട്ട് ചെയ്തൊരു ഫൗണ്ട് ഫുട്ടേജ് ഫിലിം പോലെയാണ്. അതെ, ചെയ്ത് കുറേയൊക്കെ ഫൗണ്ട് ഫുട്ടേജ് പോലെ ഫീൽ ചെയ്യത്തില്ല. ഇല്ല, അതായത് ഭയങ്കര സ്റ്റേജ്ഡാണ് എല്ലാം. അതെ, ഒരു ഫൗണ്ട് ഫുട്ടേജ് പോലെ തോന്നുമെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അതാണോ പാറ്റേൺ എന്ന് ചോദിച്ചാൽ അതെ എന്നുള്ളൊരു സെറ്റപ്പാണ്. അതിന് തുടക്കം അവർ എഴുതി കാണിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് കിട്ടിയത് നന്നായിട്ട് വീഡിയോ എടുക്കാൻ അറിയാവുന്ന 2 യൂട്യൂബേഴ്സിൻ്റെ തുടക്കം ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുടെ കഴിവാണ് ഈ മൊത്തം കാണുന്നത് എന്നുള്ള സെറ്റപ്പാണ്. പിന്നെ അവർ മറ്റേ കാണിക്കുന്നത് സോണിയുടെ FX3 പോലുള്ള ക്യാമറ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോ ഫയൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് സിനി ക്യാമറയിലാണെന്നാണ് തോന്നുന്നത്. പലയിടത്തും മറ്റേ ഇവർ വന്ന് ക്യാമറ ലിഫ്റ്റ് ചെയ്യുമ്പം സാധാരണ ഒരു ചെറിയ DSLRൻ്റെ വെയിറ്റ് അല്ല ഇത് ഫീൽ ചെയ്യുന്നത്. ഇവർ വന്ന് ക്യാമറ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ആക്ഷൻ ഇടും, പക്ഷേ ക്യാമറ ലിഫ്റ്റായി വരാനൊക്കെ കുറച്ച്. പിന്നെ ഈ സിനിമ കാണുന്നവർ തിയേറ്ററിൽ ഇതൊരു 18+ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ എലമെന്റ്സ് ആണ് 18+? 18+ എന്ന് പറയുമ്പോൾ ബേസിക്കലി ന്യൂഡിറ്റി ഉണ്ട്. ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലേഡായിട്ടാണ് കാണിക്കുന്നത്, എന്നാലും അത് ന്യൂഡിറ്റി ഭാഗമാണ്. പിന്നെ വയലൻസ് എനിക്ക് തോന്നുന്നു അത്ര ഇതെല്ലാം തോന്നുന്നു, അത്ര വലിയ വയലൻസ് ഒന്നുമല്ല. ഈ ന്യൂഡിറ്റിയുടെ സംഭവമാണ് കൂടുതൽ. മഞ്ജുവാരൊരു ഇന്റർവ്യൂ പറഞ്ഞത് ഇതാണോ 18+ എന്ന് തോന്നിക്കും. അത് അത്ര ഹെവി റേറ്റിംഗിന്റെ ആവശ്യമില്ല. തുടക്കമുള്ള 5 മിനിറ്റിലൊരു സീക്വൻസ് മാത്രമാണ് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയൊരു ഒരു 18+ പടത്തിന്റെ മൂടൊന്നും അല്ല. ആദ്യത്തെ ആ ഒരു കുറച്ച് നേരം മലയാളം പടം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പടം ബേസ് ചെയ്യുമ്പോൾ അതൊരു അങ്ങനെ ഒരു സീക്വൻസ് ഇപ്പം നമ്മൾ വേറെ ഒരു പടത്തിലും എസ്പെഷ്യലി മലയാളം പടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒരു സീൻ, അത് മാത്രം അതൊരു ലവ് മേക്കിംഗ് സീനാണ്. അപ്പോൾ അത് ആക്ച്വലി അത് കുറച്ച് നല്ല റോ ആയിട്ട് അവരിങ്ങനെ കാണിച്ചൊരു സീക്വൻസ് ആണ്. അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അത് കഴിഞ്ഞാൽ പിന്നീട് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സീനുകളോ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് അതുകൊണ്ടായിരിക്കണം അവർക്ക് ഈ 18+ അത് ആ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചില ഫുട്ടേജിനകത്ത് കുറച്ച് VFX ആടിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട്. അതായത് ഇവർ ഇതിനകത്ത് കുറച്ച് കൂടുതൽ VFX കമ്പോസിറ്റിംഗ് ഷോട്ടുകളുണ്ട്. അത് കുറേ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നതിന്റെ മേക്കിങ്ങിൽ ടെക്നിക്കാലിറ്റി, അതായത് ഈ പറയുന്ന പോലെ എഡിറ്റിലേക്ക് വരാം, മറ്റേ VFX സീക്വൻസസ്, പിന്നെ ഈ ഷോർട്സ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതൊരു സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞ ഷോട്ട് വല്ല കുറേ സീക്വൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ എഡിറ്റഡ് ആണ്. എന്നാലും അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ ക്യാമറയുടെ മൂവ്മെന്റിലൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഈ കട്ട് കറക്റ്റ് നല്ല രസമാണ് ഈ കട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. പിന്നെ ലൊക്കേഷൻസ് എൻഹാൻസ് ചെയ്യാൻ മറ്റേ ലൊക്കേഷനും സെറ്റും ഒക്കെ ഇവർ ഏത് സമയത്ത് ഷൂട്ട് ചെയ്യുന്നില്ല, കൊറോണ ടൈമിലാണെന്ന് അറിയില്ല. കൊറോണ ടൈമിൽ പടത്തിന്റെ മൂഡ് മൊത്തം കൊറോണ സമയത്ത്. അതെ, കൊറോണ ടൈമിൽ ഇത് കുറച്ചാണ് മുമ്പ് ഷൂട്ട് ചെയ്ത സാധനമായിരുന്നല്ലോ. അതെ, എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി. പിന്നെ കുറച്ച് എക്സ്റ്റീരിയർ പോർഷൻ കാണിക്കുന്ന കൊറോണ ടൈമിൽ ഒറിജിനൽ ഫുട്ടേജ് ഒറിജിനൽ ആണോ എന്ന് അറിയത്തില്ല. ഇപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ VFXൽ ഈ ഇത് റോഡ് ഇത്ര ഒരു മറ്റേ എക്സ്ട്രാ മൗണ്ടൻസും അങ്ങനത്തെ സംഭവങ്ങൾ. അതല്ലാതെ നമ്മളാ ഈ പറഞ്ഞ ഫ്ലാറ്റിന് പുറത്തോട്ട് നോക്കുമ്പോൾ വിജനമായ റോഡ് കാണിക്കാൻ അത് ആക്ച്വലി VFXൽ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ അറിയില്ല അതെങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്. ഒറിജിനൽ ഫുട്ടേജ് ആണെന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല. ഒറിജിനൽ അങ്ങനെ വണ്ടികളില്ലാത്തൊരു സമയം ഉണ്ടായത് കൊറോണ ടൈമിലായിരിക്കണം. പക്ഷെ ആ സമയത്ത് ഷൂട്ട് ചെയ്തതാണോ അത് കഴിഞ്ഞിട്ട് ചെയ്താണോ എന്നുള്ളതിനെ പറ്റി ധാരണയില്ല. ഇതാണ് മറ്റേ ഈ ഷോട്ടിൻ്റെ കൊറിയോഗ്രഫി, ഇങ്ങനെ ക്യാമറ എങ്ങനെ മൂവ് ചെയ്യിക്കണം, അതിനനുസരിച്ച് എങ്ങനെ ആക്ടേഴ്സ് വന്ന് ഇതിൻ്റെ പുറകെ നിൽക്കണം, അതിൻ്റെ ഫുൾ കൊറിയോഗ്രഫിയാണ് ഇതിൻ്റെ ഒരു രസകരമായ ടെക്നിക്കൽ എലമെൻ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില ഷോട്ടുകൾ എങ്ങനെ ചെയ്തു, അതിൻ്റെ ഒരു ഡീകോഡിങ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, കുറച്ച് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ചെയ്ത സാധാരണ 18+ പടം, ഫൗണ്ട് ഫുട്ടേജ് പടം, ഇത് 2 എലമെൻറ്റ്സും കൂടെ വരുമ്പോഴത്തേക്കും പടത്തിൻ്റെ വിഷ്വൽ ക്വാളിറ്റി താഴോട്ട് പോകാനാണ് ചാൻസ്. കാരണം ഇത് തിയേറ്ററിൽ ഒരുപാട് പേര് വന്ന് കാണത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിലവർക്ക് കോസ്റ്റ് കട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇത് നല്ല രീതിയിൽ മേക്ക് ചെയ്തൊരു
ഫൗണ്ട് ഫുട്ടേജ് സിനിമയാണ്. നെഗറ്റീവ്സ് എന്ന് പറയാൻ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇപ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കും, അല്ലാതെ എങ്ങനെ കാണും, അല്ലെങ്കിൽ കണ്ടിരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുറച്ച് ആൾക്കാർക്ക്. അതായത് തിയേറ്ററിൽ വന്നൊരു വലിയ കൂട്ടം ഓഡിയൻസ് ഈ സിനിമ കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇപ്പം ഇന്ന് നമ്മൾ കണ്ടപ്പോൾ തന്നെ വളരെ കുറച്ചാളെ 10 പേര്, 12 പേര് മാക്സിമം. 12 പേരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, 10 പേര് മാക്സിമം ആയിരിക്കും. പിന്നെ ഈ ഇങ്ങനൊരു സിനിമയെ പറ്റി ഭയങ്കര വലിയ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ മുതൽ ഈ സിനിമയെ പറ്റി അധികം വലിയ റിവ്യൂസോ കാര്യങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. നമ്മൾ ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ട് ഈ സൈജു ശ്രീധരൻ എന്ന് പറയുന്ന എഡിറ്ററെ നമ്മൾ ഒരുപാട് സിനിമകൾ, അദ്ദേഹം എഡിറ്റ് ചെയ്ത ഒരുപാട് നല്ല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടും ഈ പുള്ളിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ടും ഇങ്ങനൊരു സിനിമയെ പറ്റി നമ്മൾ കുറച്ചുകൂടെ നേരത്തെ അറിയുകയും ഈ സിനിമ വരുമ്പോൾ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ പക്ഷേ മറ്റുള്ളൊരു ഓഡിയൻസിനെ സംബന്ധിച്ചോളം അവർ ഇങ്ങനൊരു സിനിമയിൽ അവരിലേക്ക് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നു എന്നുള്ളൊരു വിവരം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് അങ്ങനെ ആയിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവരിത് അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ 18+ സിനിമ ആയതുകൊണ്ടായിരിക്കണം ഇവർ അത്ര ഒരു മേജർ പ്രൊമോഷൻ കാര്യങ്ങളും നടത്താതിരുന്നത്. പക്ഷേ ഇത് മഞ്ജു വാര്യർ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലി ഓഡിയൻസ് വരും സിനിമയ്ക്ക്. പക്ഷേ അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പടമല്ല ഇത്. പിന്നെ ഇതിൻ്റെ ഒരു എനിക്കത്ര എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസൊക്കെ കണ്ട് രസിച്ചിരിക്കുമായിരുന്നു. പക്ഷേ സ്റ്റോറി ലൈൻ അത്ര എൻഗേജിങ് അല്ലായിരുന്നു. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സും എൻഗേജിങ് ആവാത്തതിന് മെയിൻ എനിക്ക് തോന്നിയത് അതിൻ്റെ റൈറ്റിംഗ്, ഡയലോഗ്സ്. ഇവർ സംസാരിക്കുമ്പോൾ കുറച്ച് ഡബ്ബിംഗ് ആയിരുന്നു. രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു, മിക്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി നല്ല രീതി ഈ ഗായത്രി അശോകന്റെ റോൾ ക്യാരക്ടർ പുള്ളിക്കാരിക്ക് ഡബ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ സംസാരം മാത്രമാണ് കുറച്ചുകൂടെ ഒരു ഡബ്ബിങ് ഫീൽ കുറച്ച് കൂടുതൽ. സെർവൻ്റ് ആയിട്ട് വന്ന മറ്റേ അവരുടെ കുറച്ചുകൂടെ ഇപ്പോഴും ആക്യുറേറ്റ് ആയ ഡയലോഗാണ് സെർവൻ്റ് ആയിട്ട് വന്ന ആർക്ക് വരുന്നത്. അപ്പോൾ അവരുടെ പോർഷൻസിൻ്റെ ഒക്കെ ഡയലോഗ് റൈറ്റിംഗ്, മെയിനായിട്ട് ഈ ഡയലോഗ് റൈറ്റിംഗ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്റ്റേജ്ഡും ഭയങ്കര നാച്ചുറൽ അല്ലാത്ത പോലെ തോന്നി. ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അത് പല സമയത്തും അത് എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്നറിയില്ല. റൈറ്റിങ്ങിലാണോ അതിൻ്റെ ഡയറക്ഷനിലാണോ എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് തോന്നിയില്ല. ഒരു എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. മറ്റേ മഞ്ജു വാര്യരുടെ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തത് കൊള്ളായിരുന്നു. പക്ഷെ അതും നല്ലൊരു രീതിയിൽ പോയി എൻഡ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അതുപോലത്തെ ഒരു ആൾ ചെയ്യുന്നതും ഭയങ്കര രസകരമായ രീതി തന്നെ. നമ്മളിപ്പോൾ മഞ്ജു വാര്യരുടെ സ്ഥിരം നമ്മൾ കണ്ടൊരു റോള് പോലെ അല്ല, പുള്ളിക്കാരി കുറച്ച് വ്യത്യസ്തമായ റോളാണ്. പക്ഷെ ആ റോളിലേക്ക് നമ്മൾ എത്തൂല. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ക്ലോസപ്പ് ഷോട്ട് തന്നെ വരുന്നത് ലാസ്റ്റ് വളരെ 3 ഷോട്ട് എന്തോ ആക്ച്വലി വരുന്നുള്ളൂ. ആക്ച്വലി ഫേസ് കൃത്യമായിട്ട് കാണിക്കുന്ന, അതെ, കൃത്യമായിട്ട് രജിസ്റ്റർ ആക്കുന്ന ഷോട്ടുകൾ തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കഥ എങ്ങോട്ട് പോകുമെന്ന് കുറച്ച് നേരത്തേക്ക് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇവർ ഷൂട്ട് ചെയ്ത രീതി, ഇപ്പം 2 പേരും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 2 ക്യാമറ, അത് ഫസ്റ്റ് ഹാഫിൽ ഒരു ക്യാമറയുടെ ഫൂട്ടേജസ്, സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ക്യാമറയുടെ ഫൂട്ടേജസ് ആയിട്ടാണ് ഈ സിനിമയെ അവർ ഡിവൈഡ് ചെയ്ത് കാണിച്ചത്. ആ ഡിസിഷൻ എത്രത്തോളം സിനിമയ്ക്ക് ഉപകാരപ്പെട്ടു എന്നറിയില്ല. കാരണം നമ്മളൊരു പോയിന്റിൽ എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് നിന്നിട്ട് എഗെയിൻ നമ്മള് സെക്കൻഡ് ക്യാമറയുടെ സ്റ്റാർട്ടിങ് പോലെ വരും. അപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മൾ കണ്ട് ആ ഇന്റർവെൽ പോയിന്റിൽ എത്തിയപ്പോൾ നമുക്കുണ്ടായ ഒരു ക്യൂരിയോസിറ്റി വീണ്ടും നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ടിങ് ടു ഈ പോയിന്റിലേക്ക് എത്തുന്ന അത്രയും ടൈം, ആ ടൈമിലൂടെയാണ് ഇവർ ബേസിക്കലി കഥ പറയുന്നത്. അതായത് ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്നുള്ളത് പറഞ്ഞു വരുന്നത് അതിലൂടെയാണ്. പക്ഷേ ആ സമയത്തേക്ക് നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. പിന്നീട് കാണിക്കുന്ന സീക്വൻസുകൾ നറേറ്റീവിനെ ഹെൽപ്പ് ചെയ്യാത്ത പോലെ തോന്നിയത്. കുറേ സീക്വൻസിൽ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയില്ല. അങ്ങനെ നമ്മൾ നറേറ്റീവ് പേസിംഗ് നഷ്ടപ്പെടുന്ന ഒരു ആക്ച്വലി സെക്കൻഡ് ക്യാമറയാണ് അവർ എടുത്തിരിക്കുന്നത്. അവിടെ ഈ മജോറിറ്റിയും സ്റ്റോറിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന സെക്കൻഡ് ക്യാമറയിലാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കും ചില സീൻസ് ആൻഡ് സീക്വൻസസ് വരുന്നത് ഇത് എന്തുകൊണ്ട് നമ്മളെ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്യും. ഈ സീൻ എന്തിനു കുറച്ച് നേരം ഈ സീൻ എന്തുകൊണ്ട് ഇത്രയും നേരം നമ്മൾ പോസ് ചെയ്യുന്നു. ഇവരെ പക്ഷേ കപ്പിളിനെ എസ്റ്റാബ്ലിഷ് ഇങ്ങനെ മ്യൂസിക് കുറേ എലമെന്റ്സ് ഇങ്ങനെ നമ്മുടെ നേർക്ക് തരുന്നുണ്ട്. ഇത് ഈ കപ്പിൾസിന്റെ മ്യൂസിക് സെൻസ് അവരിങ്ങനെ ചർച്ച ചെയ്യും, ഇങ്ങനെ ഇന്ന മ്യൂസിക് അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റേഴ്സ് ആയിട്ടും ഈ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന മ്യൂസിക് ആയിട്ടും കുറെ റെഫറൻസുകളുണ്ട്. അങ്ങനെ അതെ, റെഫറൻസുകളും കാര്യങ്ങളും മ്യൂസിക്കലി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻഡിങ് ആക്ച്വൽ സ്റ്റോറി നമുക്ക് റിവീൽ ആകുമ്പോഴത്തേക്കും
ഈ ലീഡ്സ് ഒന്നും ഒന്നിനും അല്ലാതായി എന്നൊരു ഫീൽ വരും. ബേസിക്കലി അതൊരു ലീഡായിട്ട് നമ്മൾ എടുത്തുകൊണ്ടാണ് തോന്നുന്നത്. അത് ലീഡായിട്ടായിരിക്കില്ല അവർ വെച്ചിരിക്കുന്നത്. അവരത് നമ്മുടെ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുക, ഈ ക്യാരക്ടേഴ്സിന്റെ അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അവർക്ക് ഉണ്ടാവുന്നുള്ളൂ തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ഈ സിനിമാറ്റിക് ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞത്. ഇപ്പം ഇവർ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയുടെ ലെൻസ് അവസരത്തിനൊത്തിങ്ങനെ മാറിക്കൊണ്ട് വൈഡ്, അതെ 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 വിശാലം പറഞ്ഞ പോലെ 60-200 ലെൻസ് ഉപയോഗിച്ച ഒരു ഫീൽ ഉണ്ട് ഇടയ്ക്ക്. പെട്ടെന്ന് ഭയങ്കര വൈഡ്, പിന്നെ ക്യാമറ നിലത്ത് വീണ് കഴിയുമ്പോഴത്തേക്കും വേറൊരു എന്നൊക്കെ ഫീൽ ചെയ്യും. ഇവര് പിന്നെ ഒരു സംഭവം ഈ മോഷൻ സിക്നെസ് ഉള്ള ആളുകൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓടുന്ന ഷോ, ഇത് പൊതുവേ ഫൗണ്ട് ഫുട്ടേജ് സിനിമകൾക്കുള്ള പ്രശ്നമാണ്. ഈ ഓടുന്നത് ചാടുന്നൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആ മോഷൻ ഇങ്ങനെ കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ക്യാമറ നമുക്കത് സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കാൻ ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ സിനിമ തിയേറ്റർ വന്ന് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. നമ്മൾ തന്നെ ചോദിച്ചു കുറച്ച് നേരം സൈഡ് വെച്ചൂടെ. ഇടയ്ക്ക് ഈ ക്യാമറ തലകുത്തി നിൽക്കും. ഐ മീൻ ഇടയ്ക്ക് ചില ഷോട്ടുകൾ ഇവർ ആക്ച്വലി തലകീഴായിട്ടാണ് എടുത്തിരിക്കുന്നത്. സോണി ക്യാമറകളുടെ ഒരു പരസ്യമാണ്, വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ക്യാമറ വർക്ക് ചെയ്തിട്ട്. അല്ല, അതിങ്ങനെ തലകീഴായിട്ടുള്ള ഷോട്ടുകൾ കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് നേരത്തേക്ക് ചില ഷോട്ട്, എസ്പെഷ്യലി ഇന്റർവെല്ലിന് മുമ്പുള്ള ഷോട്ടാണ് തോന്നുന്നത്, അത് കുറച്ച് ലെങ്ത് ടൈം ഉണ്ട്. ആ ടൈം അത്രയും തലകീഴായിട്ടാണ് ആ ഷോട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ്. ഒരു ഷോട്ട് വെച്ചിട്ട് അത് മാറ്റാതെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ ലാസ്റ്റത്തെ ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ ചെറിയ, അതുകൊണ്ട് അതുകൂടാതെ പിന്നെ അവിടെയും കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് മറ്റേ ഷട്ടർ സ്പീഡ് ഷട്ടർ, അത് തന്നെ സ്ലോ ഷട്ടർ, ക്യാമറ താഴെ വീണ് കഴിഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് പോലെ. അതെ അങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട്. പിന്നെ ഫസ്റ്റ് അത് ശ്രദ്ധിച്ചത് മറ്റേ ഇവർ രണ്ടും ആ വീട്ടിൽ പോയി കിടക്കത്തില്ലേ, അവിടെ ഇതുപോലെ ഒരു ലോങ് സീക്വൻസ് ഉണ്ട്, അതും രസമുണ്ട്. അപ്പം ഇവരുടെ പുറകിൽ ജനലിന്റെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവര് ഓരോ കാര്യങ്ങൾ പറയുന്ന അനുസരിച്ച് പുറത്തെ കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് തീയുടെ വേരിയേഷൻ, അങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. തുടക്കമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവരുടെ ക്യാമറകളിൽ. അപ്പൊ അതായത് ഇവളുടെ മറ്റേ നായികയുടെ ക്യാമറ എടുക്കുമ്പോൾ നായിക എടുക്കുന്ന രീതിയും നായകന്റെ ക്യാമറ എടുക്കുമ്പോൾ നായകൻ എന്താണ് എടുക്കുന്നത് അത് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ് പരസ്പരം ഇവര് കാണുന്നത്, ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ ഭയങ്കര, അതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതൊക്കെ പോകെ എന്തെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ ഇതൊക്കെ. പടം കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് പുള്ളി എടുക്കുന്ന ഒരു കഥ പറയും, എടാ ഇത് ഇങ്ങനെയാണ് സംഭവം, ഇത് ഇങ്ങനത്തെ പോവാണ് എന്നൊക്കെ പറയും. അവസാനം ഇത് ഒന്നും അല്ലാതെ അപ്പോൾ പുള്ളി കുറച്ചൊരു സംഭവം അത്രേ ഉള്ളൂ. സിനിമ കണ്ടോണ്ടിരിക്കുക, സിനിമ കാണുക, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കഥ പറയാൻ പോകാതിരിക്കുക, അതിരുത്താൽ മതി. നല്ല ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സ്റ്റോറി വൈസ് നമുക്ക് അത് എല്ലാവർക്കും മീൻസ് ഇപ്പം നമ്മളത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് നൽകുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പേഴ്സണലി ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അപ്പോൾ അത് അങ്ങനെ സമീപിക്കാൻ താല്പര്യമുള്ള 100% എനിക്ക് വർക്കായില്ല. വിഷ്വൽസ് ഓഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിരുന്നു. അതെ. അതല്ലാതെ ഈ സിനിമ കാണണം, ഇങ്ങനൊരു എക്സ്പെരിമെന്റൽ മൂവി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ഇത് തിയേറ്ററിൽ പോയി ഒരു തവണ കണ്ടു നോക്കാവുന്ന പടമാണ്.